ഭൂമിയിൽ പല കഷണങ്ങളായിട്ട് അറുത്ത് മാറ്റിയാണ് നിങ്ങളെ കൊല്ലുന്നതെങ്കിലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പല കഷണങ്ങളായിട്ടല്ല നിങ്ങൾ ചെല്ലുന്നത്. ഒരു മെച്ചപ്പെട്ട ഉയിർപ്പ്. ഒരു പക്ഷേ സ്വാഭാവിക മരണം ഭവിച്ച ഏത് വ്യക്തിയുടെയും 1000 മടങ്ങ് ശോഭയോടെ ആയിരിക്കും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ട് അവർ പറഞ്ഞു, ഭേദിക്കപ്പെടുവാനാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്, മുറിക്കപ്പെടുവാനാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്, ഈർച്ചവാളനാൽ അറുക്കപ്പെടുവാനാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. അത് ഞങ്ങൾക്ക് പ്രശോഭ വരുത്തുന്ന അതിനുള്ള ഉപാധിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഉയിർപ്പ് കിട്ടാൻ ഇതാണ് നല്ല മാർഗമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന പറയുന്നത്. കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയായി തീരും തോറും നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുവിൻ. അവൻ്റെ തേജസ്സിൻ്റെ പങ്കാളിയാകുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം അവൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് എന്ന് പൗലോസ് പറയുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നത് പോലെ വലുതാണ് വിശ്വാസത്താൽ പരിഹസിക്കപ്പെടുന്നത്, വിശ്വാസത്താൽ നിന്ദിക്കപ്പെടുന്നത്, വിശ്വാസത്താൽ ഈർച്ചവാളിനാൽ അറുക്കപ്പെടുന്നത്, വിശ്വാസത്താൽ മറ്റുള്ളവരാൽ ചവിട്ടി മെതിക്കപ്പെടുന്നത്. മറ്റുള്ളവർ നമ്മളെ ചവിട്ടി മെതിക്കട്ടെ, പക്ഷേ നിത്യതയുടെ ദർശനമുള്ളവനറിയാം ഇവിടെ മെതിക്കപ്പെടുമ്പോൾ അവിടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, എൻ്റെ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചുല്ലസിപ്പിൻ. കാര്യം ഇതെല്ലാം അവിടെ എന്തായിത്തീരുകയാണ്? അത്യന്തമായ കനമുള്ള സമ്പത്തായി തീരുകയാണ്, ശോഭയായി തീരുകയാണ്. അപ്പോഴാണ് നമുക്ക് ഉപദ്രവങ്ങളുടെ മുമ്പിൽ പതറാതെ നിൽക്കാൻ മാത്രമല്ല, ഉപദ്രവങ്ങളെ നോക്കി പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയുന്നത്, സന്തോഷിക്കുവാൻ കഴിയുന്നത്, നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. അത് ഫെയ്ത്താണ്. കഷ്ടങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് മാത്രമല്ല ഫെയ്ത്ത്, രോഗം സൗഖ്യമാകുന്നത് മാത്രമല്ല ഫെയ്ത്ത്, രോഗിയായി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതും ഫെയ്ത്താണ്. സ്തോത്രമൊന്നും ആരും പറയത്തില്ലെന്ന് എനിക്കറിയാം. ഇതൊന്നും അല്ലല്ലോ നമ്മൾ എപ്പോഴും കേൾക്കുന്നതായ വചനം. എന്നാൽ എബ്രായ ലേഖനകാരൻ പറയാണ്, വേറെ ചിലർ, അതാണ് അതിനകത്ത്, സം അതർ പീപ്പിൾ, വേറെ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉദ്ധാരണത്തിനായി ഉയിർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ തരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ലെതറിനകത്തിട്ട് തുന്നിച്ചേർത്തു. ലെതറിനകത്ത് ഇട്ട് തുന്നിയാലുള്ള പ്രശ്നം, അതുപോലെ ക്രൂരമായ ഒരു മരണം വേറെ ഉണ്ടാകത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെതറിട്ട് നമ്മളെ തുന്നിക്കഴിഞ്ഞാൽ, പച്ച ലെതറാണ്, അത് വെയിൽ കൊള്ളുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അത് ചുരുങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയും കാലും എല്ലാം അതിനകത്തിട്ട്, ഒരു ക്രൂരമായ ഒരു മർദ്ദനമാണ് അതിനകത്തിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നമ്മുടെ എല്ലുകളൊക്കെ പൊടിയാൻ തുടങ്ങും. എല്ലുകളൊക്കെ പൊടിഞ്ഞ്, എല്ലുകളൊക്കെ യു ആർ ഡൈയിങ് ഇൻ എ വെരി പെയിൻഫുൾ വേ. വളരെ വേദനാജനകമായ ഒരു മരണം. അതവർ ഏറ്റെടുത്തെന്നാണ് പറയുന്നത്. അവരത് ഏറ്റെടുത്തു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, ലോകം നിങ്ങൾക്ക് യോഗ്യമായിരിക്കത്തില്ല. ലോകം നിങ്ങൾക്ക് യോഗ്യമാണെങ്കിൽ, ഇന്നിപ്പോൾ ലോകത്തിന് യോജിക്കുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളെ കണ്ടിട്ട് നമ്മൾ ലോകത്തിന് യോജിക്കാത്ത ആളെന്ന് ആരും പറയുന്നുമില്ല. ദർ ഇസ് നോ ഡിഫറൻസ്. ലോകക്കാർ ജീവിക്കുന്ന പോലെ നമ്മളും ജീവിക്കുന്നു, ലോകക്കാർ കഴിക്കുന്നത് പോലെ നമ്മളും കഴിക്കുന്നു, ലോകക്കാർ സംസാരിക്കുന്നത് പോലെ നമ്മളും സംസാരിക്കുന്നു. ലോകം നമുക്കിന്ന് വളരെ യോഗ്യമായ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ വിശ്വാസത്തിന്റെ വീരന്മാർക്ക് ലോകം എങ്ങനെയല്ലായിരുന്നു? യോഗ്യമല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഫിറ്റ് ഫോർ ദം. അവരുടേതല്ലായിരുന്നു ലോകം. അവർ ലോകത്താൽ പീഡിപ്പിക്കപ്പെട്ടവരും ലോകത്താൽ നിന്ദിക്കപ്പെട്ടവരും ലോകത്തിന്റെ തുപ്പലേറ്റവരുമാണ്. പക്ഷെ അപ്പോഴാണ് നമ്മൾ കർത്താവിനോട് അനുരൂപരാകുന്നത്. കാര്യം ലോകം നമുക്ക് യോഗ്യമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ ലോകം യേശുവിനും യോഗ്യമല്ലായിരുന്നു. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. നമ്മുടെ കൗൺസിലർമാരോടൊക്കെ, പെന്തക്കോസ്തിലെ ഇലക്ഷൻ നടത്തുന്ന കൗൺസിലർമാരോടൊക്കെ ചോദിക്കണം, നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. ഇന്ന് അതിനുവേണ്ടിയല്ലോ കിടന്ന് ചാകാൻ തുടങ്ങുന്നതല്ല, നീ തരും പേരിന് വേണ്ടി. കാരണം വിശ്വാസം എന്താണെന്നുള്ളത് തിരിച്ചറിയാത്ത ലൗകികന്മാരായ ആളുകളെ കൊണ്ട് സഭകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതല്ലാതെ പിന്നെ എന്താ പറയണ്ടേ? ലോകമാണ് എല്ലാവർക്കും വലുത്. ലൗകികമായ പേരുകളും പദവികളും കസേരകളുമാണ് എല്ലാവർക്കും വലുത്. എന്നാൽ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. വിശ്വാസത്താൽ അവർ സാക്ഷ്യം ലഭിച്ചു, വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. സാക്ഷ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ദൈവത്തിന്റെ അപ്രൂവൽ അവരുടെ മേൽ വീണു. എന്നാൽ ഈ പറയുന്ന 2012 3-ാം മാസത്തിലെ വാഗ്ദത്തം അവർ പ്രാപിച്ചില്ല.
നിങ്ങൾ പ്രവാചകന്മാർ പറയുന്ന വാഗ്ദത്തം ഒന്നും ഇവർ പ്രാപിച്ചില്ലെന്നേ. പക്ഷെ അവർ പറഞ്ഞു അത് സാരമില്ല, ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ മുദ്ര പതിഞ്ഞല്ലോ, അത് മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുദ്ര പതിയുന്നതാണ് ഭൗതിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നതല്ല വലിയ കാര്യം. നിങ്ങൾക്ക് ദൈവം ചിലപ്പം ആളുകൾ, സമയം ഒത്തിരി പോയല്ലോ എങ്കിലും ഞാൻ പെട്ടെന്ന് പറയട്ടെ, നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് പിന്മാറുമോ എന്നൊക്കെ ചോദിച്ചേക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് പിന്മാറിയിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്തിട്ട് പിന്മാറിയിട്ടുണ്ട്. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. കാര്യം എനിക്ക് വാഗ്ദത്തത്തെക്കാൾ വലുതാണ് വാഗ്ദത്തം നൽകിയ ആള്. എനിക്ക് വാഗ്ദത്തത്തെക്കാൾ വലുതാണ് എനിക്ക് വാഗ്ദത്തം നൽകിയ ആള്. രോഗസൗഖ്യം വാഗ്ദാനം ചെയ്തിട്ട് പിന്നെ ഞാൻ രോഗിയായി കഴിഞ്ഞിട്ടുണ്ട്. ദൈവശബ്ദം കേട്ടിട്ട് പിന്നെ അത് നടക്കാതെ വന്നിട്ടുണ്ട്. ദൈവം കൈവിട്ടെന്നുള്ള അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആഫ്രിക്കയിൽ എനിക്ക് സംഭവിച്ച പല കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് സമയമില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താ നീ കാണിച്ചേ? കർത്താവ് പറഞ്ഞു, നീ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് ക്രോസ് ആണല്ലോ, ക്രോസ്. അതെന്താണെന്നൊന്ന് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്തേച്ച് പ്രസംഗിച്ചാൽ മതി, അല്ലാതെ ചുമ്മാ അതങ്ങ് പ്രസംഗിക്കൊന്നും വേണ്ട. ക്രോസിൽ എന്താ സംഭവിച്ചത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് പുത്രൻ നിലവിളിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? എപ്പോഴാണ് ഞാൻ കൈവിട്ടെന്ന് തോന്നുന്നത്? നമ്മളൊരാൾ കൈവിട്ടെന്ന് തോന്നുന്നത് എപ്പോഴാണ്? നമ്മളൊരാൾ ഒരു പ്രോമിസ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുമ്പോഴല്ലേ അയാൾ കൈവിട്ടെന്ന് തോന്നുന്നത്, അല്ലേ? പ്രോമിസ് ചെയ്ത കാര്യം കിട്ടിയില്ലെങ്കിലെല്ലാം നമ്മൾ ഒരു പ്രോമിസും ചെയ്യാത്ത ഒരാൾ എന്നെ കൈവിടാൻ പറ്റുമോ? എനിക്കൊരു വാഗ്ദത്വവും തരാത്ത ഒരാൾക്ക് എന്നെ കൈവിടാൻ പറ്റുമോ? നിങ്ങൾ പറ. ഇല്ല. അപ്പോൾ എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ട് പിന്മാറുമ്പോഴല്ലേ ഒരാൾ എന്നെ കൈവിട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. റൈറ്റ്? അതാണ് ക്രോസ്. ക്രൂശിൽ യേശു ദൈവത്തോട് ചോദിക്കുക, എന്താ നീ എന്നെ കൈവിട്ടത്? നിത്യയുഗം മുഴുവൻ ഇതുവരെ ഇന്നുവരെ വേർപെട്ടിട്ടില്ലാത്ത എന്നെ വിട്ട് എൻ്റെ നേരെ നീ മുഖം മറയ്ക്കുന്നത് എന്താണ്? ദൈവം കൈവിട്ടു എന്ന് തോന്നുന്ന അവസ്ഥ. ആ ദൈവം കൈവിട്ടു എന്ന് തോന്നുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാൻ കർത്താവ് ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതാ. അത് പിന്നെ എനിക്ക് മനസ്സിലായത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ടേസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ കഷ്ണമേ തന്നിട്ടുള്ളൂ. നമ്മൾ അലുവൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പം ഒരു ചെറിയ കഷ്ണം മുറിച്ച് കൊടുക്കുമല്ലോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ, വേണമെങ്കിൽ പിന്നെ തരാമെന്ന്. ക്രോസിൻ്റെ ഒരു ചെറിയ കഷ്ണം നിനക്കൊന്ന് മുറിച്ച് തന്നെന്നുള്ളതേ ഉള്ളൂ. എന്താണ് കൈവിടപ്പെടുക എന്നൊക്കെ പറഞ്ഞാലുള്ള, ദൈവം കൈവിടുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാനായിട്ട് ക്രൂശിലെ എക്സ്പീരിയൻസ് മൊത്തമായിട്ടൊന്നും തന്നിട്ടില്ല. പ്രിയമുള്ളവരെ, വാഗ്ദത്തം ചെയ്തവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വാഗ്ദത്തത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അവർ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു, പക്ഷെ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. പക്ഷെ അവർ സന്തുഷ്ടരായിരുന്നു. എന്തുകൊണ്ട്? സാക്ഷ്യം പ്രാപിച്ചു, ദൈവത്തിൻ്റെ മുദ്ര അവരുടെ മേൽ പതിഞ്ഞു, അപ്രൂവൽ കിട്ടി. പ്രിയമുള്ളവരെ, ലോകത്തിൽ എന്ത് വാഗ്ദത്തം പ്രാപിക്കുന്നതിനേക്കാളും വലുതാണ് ദൈവത്തിൻ്റെ മുദ്ര എൻ്റെ മേൽ പതിയുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളിലേക്കൊന്ന് നോക്ക്. നിങ്ങൾ എത്ര വാഗ്ദത്തം പ്രാപിച്ചെന്ന് സാക്ഷ്യം പറയാനല്ല. കർത്താവ് എന്നെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മണത്തും പിടിപ്പിച്ചെന്ന് പറഞ്ഞ് സാക്ഷി പറയുന്ന സാക്ഷ്യമല്ല ഇത്. നീ എൻ്റെ വകയാണെന്ന് ദൈവം എൻ്റെ മേൽ മുദ്ര പതിപ്പിക്കുന്ന മുദ്ര. ആ മുദ്ര എൻ്റെ മേൽ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇന്ന് വൈകുന്നേരം പോകാൻ. ദൈവത്തിൻ്റെ മുദ്ര പതിഞ്ഞവരായി വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അവർ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല, പക്ഷേ അവർ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം പ്രാപിച്ചു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. നമ്മുടെ വാക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായ ആളുകളുടെ ചരിത്രം വിവരിച്ചതിന് ശേഷം എബ്രായലേഖനകാരൻ പറയുകയാണ്, അവരൊക്കെ വിശ്വാസത്തിൽ ജീവിച്ചു. അവരൊക്കെ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചവരും പ്രാപിക്കാത്തവരും വിശ്വാസത്തിൽ മരിച്ചു. അവർക്ക് ദൈവം ഒത്തിരി അടുത്തായിരുന്നു. ദൈവം എന്ന അദൃശ്യ യാഥാർത്ഥ്യത്തെ അവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവപുത്രൻ്റെ ആഗമനത്തിന് ശേഷം ഒരു പുതിയ യുഗം പിറന്നിരിക്കുകയാണ്. അന്ന് ദൈവം അവർക്ക് യജമാനനായിരുന്നെങ്കിൽ ഇന്ന് യേശു നമുക്ക് ആത്മമണവാളനാണ്. ആ ആത്മമണവാളനായ ദൈവവും നമ്മളും ഒരുമിച്ചുള്ള കൂട്ടായ്മ, പഴയ നിയമ വിശുദ്ധന്മാരും ഒരുമിച്ച് ക്രിസ്തുവും അവൻ്റെ മണവാട്ടി സഭയും ഒരുമിച്ചുള്ള ആ ഒരു കൂട്ടായ്മ ദൈവം ഇത്രയും കാലം മാറ്റി നിർത്തി. എന്തിനു വേണ്ടി? ദൈവം പഴയ നിയമവിശുദ്ധന്മാർക്ക് ഒരുപക്ഷെ യേശുവിനെ ആത്മമണവാളൻ, ദൈവത്തെ ആത്മമണവാളനായി കാണുന്നതിന് ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. അവർ എപ്പോഴും ദൈവത്തെ കണ്ടത് യജമാനൻ എന്ന നിലയിലാണ്. പക്ഷേ ഇപ്പോൾ അതല്ല, അതിനപ്പുറത്ത് ദൈവം നമ്മുടെ ഭർത്താവും നമ്മളവൻ്റെ കാന്തയും അവൻ്റെ ശരീരവും അവൻ നമ്മുടെ തലയും എന്ന നിലയിൽ ഒരു ക്രിസ്തുവിൽ സകലതും ഒന്നാക്കി ചേർക്കുന്ന, അത് വേറൊരു സബ്ജക്റ്റാണ്, വളരെ പഠിക്കേണ്ടതാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും സംഗമം, എല്ലാത്തിനെയും ഒന്നാക്കുന്ന ഈ പുതിയ ആ ഒരുമയുടെ ആ തേജസ്സിൻ്റെ ആ ഒരു ലോകത്തിലേക്ക് ഇവരെ കൂടെ പങ്കാളികളാക്കേണ്ടതിന്, നമ്മളും പങ്കാളികളാകേണ്ടതിന് ദൈവം എന്ത് ചെയ്യായിരുന്നു? ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന്
മുൻകണ്ടിരുന്നു. പഴയ നിയമവിശുദ്ധന്മാർക്ക് യജമാനൻ എന്ന നിലയിൽ ദൈവത്തെ അറിയുമ്പോൾ നമുക്ക് ആത്മമണവാളൻ എന്ന നിലയിൽ അവനെ കാണത്തക്ക രീതിയിൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നമ്മൾ വാഗ്ദത്തം നിവർത്തി നമ്മളെ കൂടാതെ, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അതിനകത്ത് ദൈവം ഒരു പോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പോസ് ചെയ്യുമല്ലോ, അതുപോലെ ഒന്ന് പോസ് ചെയ്തിരിക്കുകയാണ്. എന്തിന്? അതിൻ്റെ ആ ഫുൾ സ്വിങ്ങിലേക്ക് വരാൻ വേണ്ടി ദൈവം പോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പുതിയ നിയമത്തിൻ്റെ ഈ കാലയളവിൽ പഴയ നിയമവിശുദ്ധന്മാരും പുതിയ നിയമവിശുദ്ധന്മാരും എല്ലാവരും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ മണവാളന്, നമ്മൾ അവൻ്റെ കാന്തയുമായിട്ട് ജീവിക്കുന്ന ഒരു വലിയ ആത്മീക സംഗമത്തിന് വേണ്ടി ദൈവം എല്ലാ കാര്യങ്ങളെയും മുന്നൊരുക്കിയിരിക്കുകയാണ്. വിശ്വാസത്താൽ ആ വരാൻ പോകുന്ന ആത്മസംഗമത്തെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ കർത്താവ് വരുന്നു. അവൻ വരുമ്പോൾ ഭൂമിയുടെ എല്ലാ അറുതികളിൽ നിന്നുമുള്ള സകല വിശുദ്ധന്മാരെയും, ലോകം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ള സകല വിശുദ്ധന്മാരെയും അവൻ അവൻ്റെ സന്നിധിയിൽ വിളിച്ചു ചേർക്കുന്ന ആ മഹാസംഭവത്തിൽ നമ്മളും അബ്രഹാമും ഇസഹാക്കും യാക്കോബും വേദപുസ്തകത്തിൽ വിശ്വാസവീരന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുള്ള എല്ലാ വ്യക്തികളും ഒരുമിച്ച്, നമ്മൾ ഒരുമിച്ച് അവൻ്റെ സാമീപ്യത്തിൽ ഒരു മഹാസംഗമം സംഭവിക്കുവാൻ പോകുന്നു. അത് ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുകയാണ്. അത് നമ്മൾ എങ്ങനെ കാണണം? വിശ്വാസത്താൽ. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ പറയട്ടെ, വിശ്വാസത്താൽ വരാൻ പോകുന്ന ആ മഹാസംഭവത്തിന് വേണ്ടി നമ്മുടെ കണ്ണുകൾ ഒന്ന് ഉയർത്തി നോക്കുമോ? ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദാറ്റ് വി ആർ സീയിങ് ഇറ്റ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ അതൊന്ന് കാണണം. ആ അദൃശ്യ യാഥാർത്ഥ്യത്തെ നമ്മളൊന്ന് കാണണം. വരാൻ പോകുന്ന ആ മഹാസംഗമത്തെ നമ്മളൊന്ന് കാണണം. ദൈവത്തോടുകൂടെ മനുഷ്യൻ്റെ കൂടാരം എന്ന് പറയുന്ന ആ പുതിയ യെരൂശലേം നമ്മളൊന്ന് കാണണം. ആ പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മളൊന്ന് കാണണം. അവിടെ മന്ദിരമില്ല, കുഞ്ഞാട് തന്നെ അതിൻ്റെ മന്ദിരമായിരിക്കും. അവിടെ വിളക്ക് ആവശ്യമില്ല, അവൻ തന്നെ നമ്മുടെ പ്രകാശമായിരിക്കും. അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെയും ഒപ്പിക്കളയും. ആ ദിനത്തിന് വേണ്ടി, ആ മഹാ അനുഭവത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. വിശ്വാസത്താൽ അത് നമുക്ക് കണ്ടുകൊണ്ട് അവൻ്റെ വരവിൻ്റെ പ്രത്യക്ഷതയിൽ അതിനുവേണ്ടിയുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് വരാൻ പോകുന്ന ആ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.